തനിച്ചിരുന്ന് ബൈബിൾ വായിച്ചിട്ട് ചില നേരങ്ങളിൽ കൈ തലയിലോട്ട് വെച്ചിട്ട് പറഞ്ഞോ, ഇതുപോലെ സംഭവിക്കും. ചില ദൂതുകളെ അടിയിൽ അങ്ങോട്ട് വരച്ചിട്ട് മാറത്തടിച്ച് ഒരു പറച്ചിൽ നീ പറഞ്ഞോ, ഇതുപോലെ സംഭവിക്കണേ. അതുകൊണ്ടാണ് വെളിപ്പാടുള്ളവൻ പറഞ്ഞത്, ജീവന്റെ വചനം സംബന്ധിച്ച് എത്രയോ തവണ നമ്മുടെ തലയ്ക്ക് മീതെ വെടിക്കെട്ട് ദൂതുകൾ പോയി. ഒരെണ്ണത്തെ നീ പിടിച്ചോ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ. ആലയത്തിനകത്ത് വിശുദ്ധ ശുശ്രൂഷയ്ക്കകത്ത് നിരവധി തവണ കയറി ഇറങ്ങി നടന്ന സഖറിയ പുരോഹിതന് പോലും ചോദിക്കാൻ പറ്റിയില്ല. അങ്ങേര് തിരിച്ചു ചോദിച്ചു, ഇത് എങ്ങനെ? ഒരു പരിചയ സമ്പന്നതയില്ല. പക്ഷേ ഈ പെൺകുടി പറഞ്ഞു, സംഭവിക്കട്ടെ, അതുപോലെ സംഭവിക്കണം, ആ ദൂതുപോലെ സംഭവിക്കണം. നമ്മുടെയൊക്കെ സഭായോഗങ്ങൾ അങ്ങനെ ആയിരുന്നെങ്കിൽ അനീഷ് പാസ്റ്ററൊക്കെ വാടക കൊടുത്ത് മുടിഞ്ഞു പോയനെ. 11-നും തീരുകയില്ല, 12-നും തീരുകയില്ല, 1-നും തീരുകയില്ല, 2-നും തീരുകയില്ല. ദൈവവചനം ആസ്വദിക്കാൻ ഒരു കൃപ വ്യാപരിക്കട്ടെ. അവരോ ഹൃദയത്തിൽ സംഗ്രഹിച്ച്, അടുത്ത വാക്ക് ദീർഘക്ഷമയോടെ ഇരുന്ന്. അവരോട് പോയി ചോദിച്ചേ, കാലം പോകുന്നതിൽ ദുഃഖമില്ലേ?